തളർന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു എന്താണ് ഇനി ചെയ്യേണ്ടത്, കുഞ്ഞിനെ 1 വർഷം കളയണല്ലോ എന്നൊക്കെ പറഞ്ഞു. അടുത്ത വർഷം അവന് വേറെ എന്തെങ്കിലും ചേർത്താൽ മതി. അപ്പൊ എന്റെ മനസ്സനുവദിച്ചില്ല. അപ്പൊ ഞാനിങ്ങനെ ഞങ്ങള് സ്ഥിരം പോകുന്ന ഒരു അമ്പലത്തിലെ തിരുമേനിയോട് ഇവന്റെ ജാതകമൊക്കെ കൊണ്ടുപോയി ഒന്ന് കാണിച്ചു. എന്റെ സമാധാനത്തിന് കാണിച്ചാട്ടോ. അതിനകത്ത് വലിയ കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ച് തീരുമാനിക്കാം. അപ്പൊ എന്തായാലും ഞാൻ ഇവന്റെ ജാതകമൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ തിരുമേനി ഒന്ന് കാണിച്ചു. തിരുമേനി പറഞ്ഞു പൂജയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരും എന്ന് വന്ന് അങ്ങനെ പറഞ്ഞ കുഞ്ഞിനെ കൊണ്ടുപോയില്ല. ഞങ്ങൾ എന്തായാലും കൂടെ പോയി ചോദിച്ചു കഴിഞ്ഞപ്പം ജാതകം നോക്കിയിട്ട് തിരുമേനി പറഞ്ഞു അധ്യാപനം അല്ല കേട്ടോ ഇവന്റെ ജോലി. ഇവൻ പോയില്ല എന്നുള്ളതിന് യാതൊരു അത്ഭുതവും ഇല്ല. ഇവന്റെ ജോലി അധ്യാപനം അല്ല. ഇവൻ എഞ്ചിനീയറിങ്ങോ തത്തുല്യമായ ഏതെങ്കിലും ജോലി മാത്രമേ ഇവൻ ചെയ്യുള്ളൂ. അതിലവൻ ശോഭിക്കും. അവനെ അതനുസരിച്ച് പഠിക്കാൻ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യും, എഞ്ചിനീയറിംഗിൽ ചേർക്കണമെങ്കിൽ 1 വർഷം വെയിറ്റ് ചെയ്യണം. എന്തായാലും മനസ്സോടെ ഞങ്ങൾ അതൊന്നും വിശ്വസിച്ചില്ല. അവനത് കിട്ടും എന്നും പറയുകയും ചെയ്തു. ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഈ കൊച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങ് ഇരിക്കുമല്ലേ. അപ്പം അന്ന് വെള്ളിയാഴ്ചയാണ് വന്ന് പോകുന്നില്ല എന്ന് പറയുന്നത്. ശനി ഞായറും ഉണ്ട്. ശനിയാഴ്ച നമുക്ക് പരിചയത്തിലുള്ള ഒരാള് ഒരു പോളിടെക്നിക്കിലെ അധ്യാപകനുണ്ട്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു പോളിടെക്നിക്കിൽ തിങ്കളാഴ്ച രാവിലെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട്, മകന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോരുക. അത് കേട്ട പണിയാൻ പറഞ്ഞു ഞാൻ പൊളിക്കാൻ പോവാം, എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പകുതി സമാധാനമായി. എന്തായാലും രാവിലെ പോയി അഡ്മിഷൻ കിട്ടി. അവനത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ പുറത്ത് അതിന്റെ അഡ്വാൻസ്ഡ് കോഴ്സ് പഠിക്കാം. ഇങ്ങനെ ചില ചാൻസുകളും ഉണ്ട്. ക്ലിയറായോ? അപ്പം എങ്ങനെ വന്നാലും ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് താല്പര്യമില്ലാത്ത ഒരു ഫീൽഡിലേക്ക് നമ്മൾ പറഞ്ഞു വിടുന്നത് ഏറ്റവും വലിയ അബദ്ധമാണ്. അവരുടെ താല്പര്യം അനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക, അവരുടെ താല്പര്യത്തിന് മാത്രം അവരുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ അവരുടെ നല്ല വ്യക്തിത്വവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ചും നമ്മുടെ മനസ്സിലെ സ്വപ്നങ്ങൾക്കനുസരിച്ചും അവർ നിന്ന് തരും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ മറ്റുള്ള ആൾക്കാരെ കല്യാണം കഴിച്ച് പോകുന്നുണ്ട്. മുസ്ലിംസിനും ഉൾപ്പെടെ ആൺകുട്ടികളും അങ്ങനെ പോകുന്നുണ്ട്. അതിനെ ഒരു പരിധി വരെ ബോധർ ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ആരെ കല്യാണം കഴിക്കുന്നു എന്നുള്ളതല്ല, ഏത് ജാതിയെ കല്യാണം കഴിക്കുന്നു എന്നുള്ളതല്ല ഒരു പരിധി വരെ. ആദ്യം നമ്മൾ വിചാരിക്കേണ്ടത് എൻ്റെ മകൻ ഒരു പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണേ എന്ന് വിചാരിക്കണം. ഇപ്പോ പല നിയമങ്ങളും വന്നു. ആണിനെ കല്യാണം കഴിക്കും, പെണ്ണിനെ കല്യാണം കഴിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് മൂല്യച്യുതിയിലുള്ള സംഭവങ്ങളുണ്ട് അല്ലെ. പാശ്ചാത്യ സംസ്കാരം നമ്മുടെ നാട്ടിലേക്ക് വളരെ മോശമായ രീതിയിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കയറി വരുന്ന പെണ്ണ് ഒന്നും ഇല്ലെങ്കിലും മയക്കുമരുന്നിനൊന്നും അടിമയായിരിക്കരുത്, ഒരു മാനസിക രോഗി ആയിരിക്കരുത് എന്നൊക്കെ മാത്രം നമ്മൾ ചിന്തിക്കുക. ക്ലിയർ ആവുന്നു? അതുപോലെ നമുക്ക് നമ്മുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ആൾക്ക് ഒരു പലതരത്തിലുള്ള ഒരു മെന്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുക. പിന്നെ സംശയരോഗി ആവാതിരിക്കുക. സംശയരോഗം എന്ന് പറയുന്നത് വിവാഹശേഷം മാത്രം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മനസ്സിന്റെ പ്രത്യേക അവസ്ഥയാണ് സംശയം എന്ന് പറയുന്നത്. അത് ആണിന് പെണ്ണിനോടും ഉണ്ടാവാം, പെണ്ണിന് ആണിനോടും ഉണ്ടാവാം. വലിയ ദുരന്തമാണ് അങ്ങനെ വന്നത്. അപ്പൊ അത് സംഭവിക്കാതിരിക്കുക, അത് ഇല്ലാത്ത ആളുകളായിരിക്കുക. പിന്നെ ഈ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകുമെങ്കിൽ അവര് ഏതാണെന്ന് വെച്ചാൽ ചെയ്യണം. അത് ഞാൻ പറഞ്ഞ കാര്യം അത്രയും കൂടുതൽ ആഗ്രഹങ്ങളിലേക്ക് മാതാപിതാക്കൾക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ സമൂഹത്തിൽ ഇല്ല എന്നേ പറഞ്ഞു. ക്ലിയർ ആവുന്നുണ്ടോ? പിള്ളേര് പഠിച്ച് അവർക്കെല്ലാവർക്കും അത്യാവശ്യം കാശ് കയ്യിലുണ്ടാവും. ആ കാശ് കൊണ്ട് അവരുടെ ആത്മവിശ്വാസം ഒരുപാട് വലുതാണ്. ഇനിയിപ്പം ഞങ്ങൾ ആരെയും അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവരുടെ ഭാവത്തിലാണ് ഇപ്പോഴത്തെ മക്കളുടെ നിൽപ്പ്. അപ്പൊ ആ നിൽപ്പിനകത്ത് അവർക്ക് നന്മ വരണേ, എവിടെയായാലും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണണേ കേൾക്കണേന്ന് മാത്രം ആഗ്രഹിക്കാനേ
വളർത്തിവിട്ട മാതാപിതാക്കൾക്ക് ഇന്നത്തെ സമൂഹത്തിൽ അർഹതയുള്ളൂ. അത് നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. പുറത്തുള്ള രാജ്യങ്ങൾക്ക്, നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ പലരും പുറത്തുണ്ട്, 18 വയസ്സായ ഒരു മകന് കുടുംബത്തിൽ ജീവിക്കാനുള്ള അർഹതയില്ല. അങ്ങനെ അഥവാ ജീവിച്ചു പോയാൽ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിന്റെ വാടക കൊടുക്കണം. മാസം അവർ നിശ്ചയിക്കുന്ന വാടക ഈ 18 വയസ്സായ കുട്ടി ജോലി ചെയ്ത് കൊടുത്തേ പറ്റും. പിന്നെ മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നത് അച്ഛനും അമ്മയും അല്ല, ഗവൺമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടി 10 വയസ്സായ കുട്ടിക്കിട്ട് എന്തെങ്കിലും തെറ്റ് കണ്ട ഒരടി വെച്ച് കൊടുത്താൽ അപ്പം വന്ന് പോലീസ് അച്ഛനെയും അമ്മയും പിടിച്ചുകൊണ്ട് പോകും. അങ്ങനത്തെ ഒരു സംസ്കാരമാണ് അവിടെ ഉള്ളത്. ഇന്നത്തെ ഭാര്യ ആയിരിക്കില്ല അടുത്ത വർഷം ഈ നേരത്തെ ഭാര്യ, ഇന്നത്തെ ഭർത്താവായിരിക്കില്ല 6 മാസത്തിന് ശേഷം ഭർത്താവ്. ആ രീതിയിലൊക്കെയാണ് അവരുടെ ലൈഫ് പോകുന്നത്. കുടുംബവും അതിന്റെ ഒരു അടിസ്ഥാന വ്യവസ്ഥിതിയും അതിന്റെ ഒരു അച്ചടക്കങ്ങളും ഉള്ളത് ഭാരതം പോലെ വളരെ കുറച്ച് രാജ്യങ്ങളിലേക്കേ ഉള്ളൂ. അപ്പൊ നമ്മുടേതായ ഒരു വ്യവസ്ഥയ്ക്കും വ്യക്തിത്വ വികസനത്തിനും ഇതുപോലെ ഉള്ള അച്ചടക്ക പ്രവൃത്തികൾ ഏറ്റവും അത്യാവശ്യമാണ്. പാശ്ചാത്യ സംസ്കാരത്തിന് അവരേറ്റവും കൂടുതൽ സ്വയം പര്യാപ്തത നേടുന്നതിന് അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥയും അത്യാവശ്യമാണ്. ആരെയും കുറ്റം പറയേണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടേതായിട്ടുള്ള ഒരു സംസ്കാരം വളർത്തിയെടുക്കാനും നമ്മുടെ കുടുംബങ്ങളെ ഏറ്റവും ഭദ്രതയുള്ളതായി മുന്നോട്ട് കൊണ്ടുപോകുവാനും നമ്മുടെ മക്കളെ ഏറ്റവും ശ്രേയസ്സുള്ളവരായും ആരോഗ്യമുള്ളവരായും ഭവിക്കുവാനും ഒക്കെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് ആശംസകൾ പറഞ്ഞുകൊണ്ട് ആർക്കും ബോറടിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുവാണ്. എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒത്തിരി നന്ദി.